വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ലാഡർ. നമ്മളെല്ലാവരും ഇപ്പം ലൈഫിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനം എന്തായിരിക്കും? എന്താണത് അല്ലേ? ഫോൺ. നമ്മൾക്കൊന്നും ഒരു ഡേ പോലും ഫോൺ ഇല്ലാതെ ഇപ്പം ചിന്തിക്കാൻ പറ്റത്തില്ല. കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പല കാര്യങ്ങൾക്കും, അതായത് വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ഇതൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും ഫോൺ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഫോണിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണ്? മറ്റൊരാളോട് വിളിച്ച് സംസാരിക്കാനായിട്ട് അല്ലേ? ഞാൻ എന്തിനാണ് ഇത്രയും കാര്യങ്ങൾ ഫോണിനെ കുറിച്ച് പറയുന്നതെന്നാണോ ചിന്തിക്കുന്നത്? കാര്യമുണ്ട്. ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് ടെലിഫോണുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. എന്താണെന്നറിയോ? ഫ്രേസൽ വേർബ്സ് ആണ്. ചില വേർഡ്സ് നമുക്ക് കോളുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ടെലിഫോണുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് ടേംസ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക്, അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ഫ്രേസസ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ഫ്രേസൽ വേർബ്സ് ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്, റിലേറ്റഡ് ടു ടെലിഫോൺ. അപ്പം നമ്മൾ കോൾ ചെയ്യുമ്പം നമുക്ക് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മളെ ഒരാൾ വിളിച്ച് നമ്മളോട് പറയുമ്പം നമ്മുടെ കിളി പോകാൻ പാടില്ലാത്ത കുറച്ച് വേർഡ്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് വേർഡിലേക്ക് പോകാം, ഒട്ടും അടുപ്പടിപ്പിക്കുന്നില്ല. ഫസ്റ്റ് വേർഡ് കോൾ അപ്പ്. കോൾ അപ്പ്. എന്താണ് കോൾ അപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു വേർഡ് എവിടെയെങ്കിലും? കോള് ചെയ്യുക എന്ന് പറയുന്നതിനെയാണ് കോൾ അപ്പ് എന്ന് പറയുന്നത്. കോള് നമുക്ക് ആരെങ്കിലും ഫോൺ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ഫോൺ ചെയ്യണം എന്ന് പറയുന്നതിനെയാണ് കോൾ അപ്പ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. എക്സാമ്പിൾ എന്താണെന്നല്ലേ? ഐ ഹാവ് എ ലിസ്റ്റ് ഓഫ് പീപ്പിൾ ടു കോൾ അപ്പ് ഇൻ ദ മോർണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്കൊരു നീണ്ട ലിസ്റ്റ് ഉണ്ട് ആൾക്കാർ ഇന്ന് രാവിലെ വിളിച്ച് തീർക്കേണ്ടതെന്ന്. മനസ്സിലാവുന്നുണ്ടോ? കോൾ അപ്പ് എന്ന് പറഞ്ഞാൽ വിളിക്കുക എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. ഇനി നിങ്ങൾ കേട്ടിട്ടുള്ള കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫ്രേസൽ വേർബാണ് കോൾ ബാക്ക്. എന്താണ് കോൾ ബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വേർഡിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. കോൾ ബാക്ക്. കോൾ എന്ന് പറഞ്ഞാൽ കോൾ ചെയ്യുക, വിളിക്കുക. ബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് എന്നുള്ള മീനിങ് അല്ലേ? അപ്പോൾ കോൾ ബാക്ക് എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു കോള് കിട്ടി എന്നുള്ളതാണ്. തിരിച്ച് നമുക്ക് കോള് കിട്ടി, കോൾ ബാക്ക്, നമുക്ക് വിളിക്കണം എന്ന് പറയുന്നതിനെയാണ് കോൾ ബാക്ക് എന്ന് പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ഷീ ഗോട്ട് കോൺസ്റ്റന്റ് കോൾ ബാക്സ്. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പം ഇനി നമുക്ക് ഒട്ടും വൈകാതെ തേർഡ് ഫ്രേസൽ വേർബിലേക്ക് പോവാം. ഇത് നമ്മൾ കേട്ടിട്ടുള്ള ഒരു വേർഡാണ്, പക്ഷെ പലപ്പോഴും മീനിങ് നമ്മൾ തെറ്റായിട്ട് വിചാരിച്ചിരിക്കുന്ന ഒരു വേർഡാണ് സ്പീക്ക് അപ്പ്. സ്പീക്ക് അപ്പ്. സ്പീക്ക് അപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉച്ചത്തിൽ സംസാരിക്കൂ, ലൗഡർ ആയിട്ട് സംസാരിക്കൂ എന്ന് പറയുന്നതാണ് സ്പീക്ക് അപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് പറയുകയാണെങ്കിൽ നമ്മളിപ്പം ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നമുക്ക് ഒട്ടും കേൾക്കാൻ പറ്റുന്നില്ല. ചില സന്ദർഭങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ, അവർ പറയുന്നത് ഭയങ്കര ഒച്ച കുറച്ചായിരിക്കും പറയുന്നത്, നമുക്കൊന്നും കേൾക്കത്തില്ല ഫോണിൽ കൂടെ. അപ്പോൾ നമ്മൾ എന്ത് പറയണം? സ്പീക്ക് അപ്പ് എന്ന് പറയണം, അല്ലെങ്കിൽ കുഡ് യു സ്പീക്ക് അപ്പ് എന്ന് നമുക്ക് പറയാം. ഇച്ചിരി ഒച്ച കൂട്ടി സംസാരിക്കാമോ എന്ന്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ആണ് യു വിൽ ഹാവ് ടു സ്പീക്ക് അപ്പ്, ഐ കാൺ ഹിയർ യു. നിങ്ങൾ ഇച്ചിരി ഒച്ചത്തിൽ സംസാരിക്കണം, എനിക്ക് നിങ്ങളെ ഒട്ടും കേൾക്കാൻ പറ്റുന്നില്ല. ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി അടുത്ത വേർബിലേക്ക് പോവുകയാണ്. ഫ്രേസൽ വേർബാണ്. അടുത്ത ഫ്രേസൽ വേർബ് എന്ന് പറയുന്നത് ബ്രേക്ക് അപ്പ് എന്ന് പറയുന്ന. നിങ്ങൾ ബ്രേക്കപ്പ് എന്ന് പറയുമ്പോൾ വേറെ ബ്രേക്കപ്പ് അല്ലേ ചിന്തിച്ചത്, റിലേഷൻഷിപ്പ് ബ്രേക്കപ്സ് ഒക്കെ. പക്ഷെ അതല്ല കേട്ടോ. ടെലിഫോണിക് കോൺവെർസേഷനിലും ഈ ബ്രേക്കപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്നറിയോ? നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം, നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വിട്ടു പോവുക, അല്ലെങ്കിൽ കണക്ഷൻ്റെ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുന്നതിനെ നമ്മൾ ബ്രേക്കപ്പ് എന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഐ വോണ്ട് ടു കോൾ മൈ മോം ബട്ട് ദ ഫോൺ ലൈൻ ഓൾവേസ് ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും ബ്രേക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, ഒരിക്കലും കിട്ടത്തില്ല, കണക്ഷൻ ഇങ്ങനെ കിട്ടത്തേ ഇല്ല. അതിനെയാണ് നമ്മൾ ബ്രേക്കപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്ത വേർഡാണ്, അല്ലെങ്കിൽ അടുത്ത ഫ്രേസ് ആണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. കട്ട് ഓഫ് എന്ന് പറയുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് എല്ലാം പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മളെല്ലാം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, നേരത്തെ നമ്മളിങ്ങനെ വലിയ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും, പക്ഷെ അപ്പുറത്തൊന്നും ഒച്ചയൊന്നും കാണത്തില്ല, അവിടെ കട്ടായി കാണും അല്ലേ? ഞാനിങ്ങനെ പലപ്പോഴും അമ്മയോട് സംസാരിക്കുമ്പോൾ പറ്റിപ്പോവാറുള്ള കാര്യമാണ്. ഞാൻ ഇവിടുന്ന് വലിയ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും, പക്ഷെ അവിടെ കോള് കട്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മളുടെ സംസാരത്തിനിടയിൽ കോള് കട്ടായി പോകുന്നതിനെ നമുക്ക് കട്ട് ഓഫ് എന്ന് പറയാം. എക്സാമ്പിൾ എന്ന് പറയുന്നത് വി വെയർ കട്ട് ഓഫ് ഇൻ ദ മിഡിൽ ഓഫ് അവർ കോൺവെർസേഷൻ. ഞങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഫോൺ കോള് കട്ടായി പോയി എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഫ്രേസൽ വേർബാണ് പിക്കപ്പ്. എന്താണ് പിക്കപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പിക്കപ്പ് എന്ന് പറയുന്നത് ഫോൺ എടുക്കുക
എടുക്കുക എന്നതിന് പറയാണ് ഫോൺ എടുക്കുക, പിക്കപ്പ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ, ഫോൺ എടുക്കുക എന്ന് പറയുന്നത്. ദ ഫോൺ റാങ് ആൻഡ് നോബഡി പിക്ഡ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോൺ അടിച്ചുകൊണ്ടേയിരുന്നു, പക്ഷെ ആരും ഫോൺ എടുത്തില്ല. അപ്പോൾ നമ്മൾ ആരെങ്കിലും ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ വേറൊരു ഫ്രണ്ട് ചോദിക്കുവാണ്, ആ ഫ്രണ്ടിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സെന്റൻസ് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ ലൈഫിൽ ഉണ്ടാവുകയാണെങ്കിൽ, നമ്മുടെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് കിട്ടിയില്ല, അപ്പം നമുക്ക് അടുത്ത ആളോട് പറയണം, വിളിച്ചിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ സെന്റൻസ് ഉപയോഗിച്ചോളൂ കേട്ടോ. 2 ഫ്രേസൽ വെർബ്സിനെ ഇനി നമുക്ക് ഒരേ മീനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. പക്ഷെ ആ യൂസേജിൽ ഒരു ഇച്ചിരി പ്രോബ്ലം ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ഹാങ് ഓൺ, ഹോൾഡ് ഓൺ, ഇത് രണ്ടിൻ്റെയും മീനിങ് ഒന്നാണ്. വെയിറ്റ് ചെയ്യാൻ പറയാൻ നമ്മൾ വേറെ ആരോടെങ്കിലും പറയാണ് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യൂ എന്ന് പറയുന്നതിന് നമുക്ക് ഹാങ് ഓൺ എന്നും ഹോൾഡ് ഓൺ എന്നും പറയാം. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഹാങ് ഓൺ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട്സിനോടോ നമ്മുടെ ഫാമിലിയോടോ നമുക്ക് അടുത്തറിയുന്ന ആൾക്കാരുടെ അടുത്തോ വേണം. അല്ലാതെ ഉള്ളവരുടെ അടുത്ത് നമ്മൾ ഏത് വേണം പറയാൻ? ഹോൾഡ് ഓൺ എന്ന് വേണം പറയാനായിട്ട്. എക്സാമ്പിൾസ് പറഞ്ഞു തരാം. ഹാങ് ഓൺ, ഐ വിൽ ബി റൈറ്റ് ബാക്ക്. 1 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ, ഞാനിപ്പോൾ വരാം. ഹാങ് ഓൺ ചെയ്യൂ, വെയിറ്റ് ചെയ്യൂ, ഞാനിപ്പോൾ വരാം എന്നതാണ് ഹാങ് ഓൺ കൊണ്ട് യൂസ് ചെയ്യുന്നത്. ഹോൾഡ് ഓൺ ആണെങ്കിലോ അതിനൊരു എക്സാമ്പിൾ ഏതാണെന്ന് അറിയാവോ? ഡോണ്ട് ഗോ എവേ, ജസ്റ്റ് ഹോൾഡ് ഓൺ എ മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയും പോകരുത്, ഞാനിപ്പോൾ തന്നെ വരാം, വെയിറ്റ് ചെയ്യണം എന്ന് പറയുന്നതാണ്. ഇനി ഹാങ് ഓൺ എന്ന് പറയുന്നത് പോലെ തന്നെ ഹാങ്ങിൻ്റെ കൂടെ വേറൊരു വേർഡ് നമുക്ക് ആഡ് ചെയ്യാം. എന്താണെന്നറിയാം? ഹാങ് അപ്പ്. ഹാങ് അപ്പ് എന്ന് പറയുന്നത് മറ്റൊരു ഫ്രേസൽ വേർബാണ്. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ കോള് നമ്മൾ നിർത്തുക, കഴിഞ്ഞ് നമ്മൾ ഓഫായി നമ്മുടെ കോള് മതിയാക്കി ഹാങ് അപ്പ് ചെയ്യുക എന്ന് പറയുന്നതാണ്. അതിന് ഹാങ് അപ്പ് എന്ന് നമുക്ക് പറയാം. മൈ മോം ഹാങ് അപ്പ് ദ കോൾ, സംസാരം നിർത്തി, കഴിഞ്ഞു എന്നുള്ള മീനിങ്ങിൽ നമുക്ക് ഹാങ് അപ്പ് യൂസ് ചെയ്യാം. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് മൈ മോം ഹങ് അപ്പ് ദ കോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംസാരിച്ച് കഴിഞ്ഞു, എല്ലാം സംസാരിച്ചൊക്കെ സെറ്റായി, ഇനി കോള് പറഞ്ഞു നിർത്തി എന്നുള്ള മീനിങ്ങിൽ നമുക്ക് ഹാങ് അപ്പ് എന്ന് പറയുന്ന വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഹാങ്ങിൻ്റെ കൂടെ തന്നെ പറയാൻ പറ്റുന്ന മറ്റൊരു വേർഡാണ് ഹാങ് അപ്പ് ഓൺ. ഹാങ് അപ്പും ഉണ്ട്, ഓണും ഉണ്ട്. അപ്പോൾ അവിടെ എന്താ ഡിഫറൻസ് എന്ന് പറയാമോ? ഹാങ് അപ്പ് ഓൺ എന്ന് പറയുന്നത് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, എന്തേലും ഇഷ്ടമില്ലാത്ത കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴങ്ങ് കോള് കട്ട് ചെയ്യും. അതായത് നമുക്ക് എന്തെങ്കിലും സംസാരിക്കണം എന്നുണ്ട്, പക്ഷെ അവർക്ക് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ എന്തായിരിക്കും ചെയ്യുന്നത്? നമ്മൾ കോള് കട്ട് ചെയ്യും അല്ലേ? നമുക്ക് കേൾക്കാൻ താല്പര്യമില്ല, നമ്മൾ കോള് കട്ട് ചെയ്യും. അപ്പോൾ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കോള് പെട്ടെന്ന് കട്ട് ചെയ്യുന്നതിനെ ഹാങ് അപ്പ് ഓൺ എന്ന് പറയാം നമുക്ക്. ഡോണ്ട് ഹാങ് അപ്പ് ഓൺ മീ, വി മസ്റ്റ് ടോക്ക്. ഇപ്പോൾ കട്ട് ചെയ്യല്ലോ പ്ലീസ്, എനിക്ക് സംസാരിക്കാനുണ്ട്. ഇതാണ് ഞാൻ ആളുടെ അടുത്ത് എപ്പോഴും പറയാറുള്ള കാര്യം. ഇനി 2 ഫ്രേസൽ വേർബ്സ് കൂടെ ഉള്ളൂ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട്. അതിൽ ഒന്നാമത്തേത് ഗെറ്റ് ത്രൂ എന്ന് പറയുന്നതാണ്. ആരെങ്കിലും ഫോണിൽ കണക്ട് ചെയ്യുക എന്നുള്ള മീനിങ്ങിലാണ്, നമുക്ക് റിസീവ് ചെയ്യുക എന്നുള്ള മീനിങ്ങിലാണ് ഗെറ്റ് ത്രൂ എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഐ ട്രൈഡ് കോളിങ് ഹിം ബട്ട് ഐ കുഡിന്റ് ഗെറ്റ് ത്രൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ അവനെ സംസാരിക്കാനായിട്ട് വിളിച്ചുകൊണ്ടേയിരുന്നു, പക്ഷെ എനിക്ക് കോള് കിട്ടിയില്ല, ഗെറ്റ് ത്രൂ, കണക്ട് ആയില്ല എന്നുള്ള മീനിങ്ങിൽ നമുക്ക് ഗെറ്റ് ത്രൂ യൂസ് ചെയ്യാം. ഇനി എൻ്റെ ലാസ്റ്റ് ഫ്രേസൽ വേർബാണ്. ഏതാണെന്നറിയോ? പുട്ട് ത്രൂ. ഇത് നമ്മൾ ഇടയ്ക്കൊക്കെ കേൾക്കാറുണ്ട്. കസ്റ്റമർ കെയറിലൊക്കെ വിളിക്കാൻ നേരത്ത് നമുക്ക് ഒരാളുടെ അടുത്ത് നിന്ന് മറ്റൊരാളിലേക്ക് ഫോൺ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ പറയും പുട്ട് ത്രൂ. അതായത് നമ്മൾ പലപ്പോഴും കസ്റ്റമർ സർവീസ് കെയറിലൊക്കെ വിളിക്കാൻ നേരത്ത് നമുക്ക് ഒരാൾ പറയും വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കണക്ട് ചെയ്യാമെന്ന്. അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ വിളിക്കുവാണെങ്കിൽ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് പുട്ട് ത്രൂ എന്ന് പറയുന്ന വേർഡ്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ പുട്ട് ത്രൂ എന്ന് പറയുന്നത്. ഐ വിൽ പുട്ട് യു ത്രൂ ടു ദ മാനേജിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആ ആളിലേക്ക് കണക്ട് ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫ്രേസൽ വേർബ്സ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്തത്. ഇതെല്ലാം നിങ്ങൾ യൂസ് ചെയ്യണം. ഇതൊക്കെ കേട്ടിട്ട് ചുമ്മാ ബുക്ക് മടക്കി വെക്കരുത്. നമ്മുടെ ഫോൺ കോൺവെർസേഷൻസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ഇനി ഇങ്ങനത്തെ വേർഡ്സ് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവണം ആൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും അതിനൊപ്പം തന്നെ ഇങ്ങനത്തെ വേർഡ്സ് യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കുകയും വേണം. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി തീർച്ചയായും ഞാൻ ഇനിയും വരുന്നതാണ്. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം മീ ശ്രുതി. ടേക്ക് കെയർ.